മീനച്ചിലാറ് ജലനിരപ്പ് താഴ്ന്നത് ആശ്വാസമായെങ്കിലും കനത്ത മഴ തുടരുന്നത് മൂലം വെള്ളപ്പൊക്ക ഭീഷണി അകലുന്നില്ല. പാലായിൽ ശനിയാഴ്ച 25 അടിയോളം ഉയർന്ന ജലനിരപ്പ് പിന്നീട് 18 അടിയിലേക്ക് താഴ്ന്നെങ്കിലും ഞായറാഴ്ച രാത്രിയിലെ കനത്ത മഴയിൽ വീണ്ടും ഉയർന്ന് 21 അടിയിലേക്ക് എത്തിയിരുന്നു. ഇതേ തുടർന്ന് തുടർച്ചയായ 3-ാം ദിവസവും പാലായിലെ റോഡുകളിൽ വെള്ളം കയറിയിരുന്നു. ചൊവ്വാഴ്ച ജലനിരപ്പ് താഴ്ന്ന് 4 മണിയോടെ അപകടനിരപ്പിന് താഴെ 13 അടിയിലെത്തി. ഈരാറ്റുപേട്ട പാലാ മേഖലകളിൽ തൽക്കാലം വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവായി. എന്നാൽ കനത്ത മഴ തുടരുമെന്ന കാലാവസ്ഥാ പ്രവചനം ആശങ്കയാവുകയാണ്. ചൊവ്വാഴ്ചയും ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയും ഉരുൾപൊട്ടലും ഉണ്ടായാൽ വെള്ളം കയറാൻ മണിക്കൂറുകൾ മതിയെന്നതാണ് ആശങ്കയ്ക്കിടയാകുന്നത്. മീനച്ചിലാറ്റിലെ ജലനിരപ്പ് പാലായിൽ താഴുമ്പോൾ കിടങ്ങൂരിലും പരിസരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് മാറിയിട്ടില്ല. കനത്ത മഴ ഉണ്ടായില്ലെങ്കിൽ ചൊവ്വാഴ്ച വൈകിട്ടോടെ റോഡുകൾ ക്ലിയർ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരും വീടുകളിലേക്ക് മടങ്ങാമെന്ന പ്രതീക്ഷയിലാണ്. അതേസമയം ഏറ്റുമാനൂർ മേഖലയിൽ പലയിടത്തും വെള്ളക്കെട്ട് തുടരുകയാണ്. പടിഞ്ഞാറൻ മേഖലയിലേക്ക് വെള്ളം ഒഴുകിയെത്തുമ്പോൾ കോട്ടയം, ഐമനം, തിരുവാർപ്പ്, കുമരകം പ്രദേശങ്ങളിൽ വലിയ ദുരിതമാണ് ഉണ്ടാകുന്നത്. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം കായലിൽ ഒഴുകിച്ചേരുന്നതുവരെ പടിഞ്ഞാറൻ മേഖലയുടെ ദുരിതം ബാക്കിയാകും. എന്നാൽ ഇനിയും പല മേഖലകളിൽ മഴ തുടരുന്നതും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകാനുള്ള സാധ്യതയും വെള്ളപ്പൊക്ക ഭീഷണി തുടരുമെന്ന ആശങ്ക ഉയർത്തുകയാണ്. മുൻ വർഷങ്ങളിൽ 1-2 ദിവസം കൊണ്ട് മീനച്ചിലാറ്റിലെ ജലനിരപ്പ് താഴ്ന്ന് തീരദേശങ്ങളിലുള്ളവർക്ക് ഭയാശങ്കകൾ മാറുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ 4 ദിവസം പിന്നിട്ടിട്ടും വെള്ളപ്പൊക്ക ഭീഷണി അകലുന്നില്ല. അതിതീവ്ര മഴ കുറഞ്ഞ സമയത്തിനുള്ളിൽ ദുരിതമായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3000-ലധികം പേരാണ് കഴിയുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെയും റവന്യൂ, പോലീസ്, ആരോഗ്യ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് നടന്നുവരുന്നത്.